ഇനി ഇന്ത്യയുടെ ആണവ നയം 1900 ഇന്ത്യയുടെ ആണവ നയം രൂപകൽപ്പന ഷേപ്പ് ചെയ്ത് സത്യത്തിൽ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തെ ടെക്നിക്കലി അസിസ്റ്റ് ചെയ്തത് HJ ബാബ, ഹോമി ജഹാംഗീർ ബാബയാണ്. നെഹ്റു സത്യത്തിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരും ആണവ ഇന്ധനം വഴി രാജ്യത്തിൻ്റെ വ്യവസായവൽക്കരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആശയക്കാരനുമായിരുന്നു. അങ്ങനെ 1964 ഒക്ടോബറിൽ കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു അണുപരീക്ഷണം നടത്തുകയുണ്ടായി. എന്നാൽ അണുആയുധം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂക്ലിയർ പ്രോളിഫറേഷൻ ട്രീറ്റി NPT ഒപ്പുവെക്കാൻ ഇന്ത്യയോട് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ അതിലും CTBTയിലും ഒപ്പുവെച്ചിട്ടില്ല. കാരണം ഈ രണ്ട് കരാറുകളും വിവേചനപരമാണ് എന്നാണ് ഇന്ത്യയുടെ. NPTയിലും CTBTയിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. കാരണം ഇത് വിവേചനമാണ്, ഡിസ്ക്രിമിനേറ്ററിയാണ്. ഇത് അണുബോംബുള്ള രാജ്യങ്ങൾക്ക് അവ കീപ്പ് ചെയ്യാനും ഇല്ലാത്ത രാജ്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അത് ശരിയല്ല. ദ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ഓഫ് ന്യൂക്ലിയർ വെപ്പണാണ് ഇന്ത്യയുടെ നയം. ലോകത്തു നിന്ന് തന്നെ അണുആയുധങ്ങൾ ഇല്ലാതെയാക്കണം. അല്ലാതെ കുറച്ച് രാജ്യങ്ങൾ അത് വെക്കുക, മറ്റുള്ളവർക്ക് വെക്കാൻ പാടില്ലാതിരിക്കുക, ഈ നയത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഒരു അണുപരീക്ഷണം നടത്തുവാൻ തയ്യാറായി. 1974 മെയ് മാസത്തിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ബുദ്ധൻ ചിരിക്കുന്നു, ബുദ്ധ സ്മൈൽ എന്ന പേരിൽ ഒരു അണുപരീക്ഷണം ഇന്ത്യ നടത്തുകയുണ്ടായി. അങ്ങനെ ഇന്ത്യ ലോകത്തോട് ഡിക്ലെയർ ചെയ്തു, വി ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ്. 1998 മറ്റൊരു അണുപരീക്ഷണം, ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ മറ്റൊരു അണുപരീക്ഷണം കൂടി ഇന്ത്യ നടത്തുകയുണ്ടായി. അതേ രാജസ്ഥാൻ പൊക്രാൻ മരുഭൂമിയിൽ. ഇന്ന് ലോകത്ത് അണുബോംബുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇനി ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് വെച്ചാൽ NPTയിലും CTBTയിലും, അതായത് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, അണുനിർവ്യോജന കരാർ, അതേപോലെ CTBT കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, അണുപരീക്ഷണ നിരോധന കരാർ. ഈ രണ്ട് കരാറിലും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഒപ്പുവെച്ചിട്ടില്ല. പിന്നെ നോ ഫസ്റ്റ് യൂസ്, ഇന്ത്യ ഒരിക്കലും ആദ്യം അണുബോംബ് ഉപയോഗിക്കില്ല എന്നതാണ് നമ്മുടെ പോളിസി. പിന്നെ ന്യൂക്ലിയർ ഫ്രീ വേൾഡ്, അണുബോംബില്ലാത്ത ലോകമാണ് നമ്മുടെ സ്വപ്നം. ഇതെല്ലാമാണ് ഇന്ത്യയുടെ ആണവ നയം.